നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തരാനുള്ള പണം എങ്ങനെയും ഞങ്ങൾ തരും. ഇപ്പൊ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയേ പറ്റൂ. എവിടുന്നാടി കാശ്? ഇത്രയും കാലം ഇല്ലാത്ത ഈ കാശ് നിനക്കിപ്പോ എവിടുന്നാണ് കിട്ടുന്നേ? നിന്റെ അച്ഛൻ നിന്നെ വിലക്ക് കൊടുത്തു. അയ്യോ, നാണാവുന്നുണ്ടോ ഏട്ടന്? ഞാനീ പറഞ്ഞതല്ലാതെ വേറെ എന്ത് മാർഗാണോ തന്റെ മുന്നിലുള്ളത്? തന്നെ പോലുള്ള ഒരാൾ ജീവിച്ചത് കൊണ്ടും ഇതുപോലെ ഒരുത്തിയെ വളർത്തിയത് കൊണ്ടും എന്ത് പ്രയോജനമാണുള്ളത്? എന്റെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞാൽ നീ എന്ത് ചെയ്യൂടി? എന്റെ മോളെ നീ തൊട്ടുപോകരുത്. തൊട്ടാൽ ഈ സുജാത ആരാണെന്ന് നീ അറിയും. എന്താ? എങ്ങനെ? നിങ്ങളുടെ മോളോ? ഏത് വകയിലാണെന്നൊന്ന് പറഞ്ഞാ കൊള്ളാം. ഒരു പട തന്നെ പുറപ്പെട്ട് വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്കൊന്നും നാണോ മാനമില്ല? കണ്ണി കണ്ടവന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ തള്ളയും മക്കളും കൂടെ കെട്ടി ഒരുങ്ങി ഇറങ്ങിയിരിക്കുക. അതെ, എനിക്ക് ഇവര് തരാനുള്ള പണത്തിന്റെ മധ്യസ്ഥതയും ആ പണം വസൂലാക്കാനുള്ള വഴിയാ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ കൊച്ചമ്മയ്ക്ക്? ഇവർ നിങ്ങൾക്ക് തരാനുള്ള പണം എത്രയാ? അത് ഞാൻ തരും. ജീവൻ, അതിങ്ങ് കൊണ്ടുവാ. കടബാധ്യത എത്ര ലക്ഷമാണെന്ന് എനിക്കറിയില്ല. എത്രയാണെങ്കിലും നിങ്ങൾക്കത് എഴുതിയെടുക്കാം. ഇനി ഈ അച്ഛനെയും മകളെയും ഉപദ്രവിക്കാൻ നിങ്ങളോ നിങ്ങളുടെ മകനോ ഈ വീട്ടുപടി ചവിട്ടി പോരുത്. വേണ്ട, ഞാൻ അവർക്ക് കൊടുക്കാനുള്ള പണത്തിന് നിങ്ങൾ എന്തിനാ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്? ഇനി അങ്ങനെ ഒരു ബാധ്യതയോടെ ഏറ്റെടുക്കാൻ എനിക്ക് വയ്യ. ഇത് ബാധ്യതയായിട്ട് വേണ്ട. ഈ വീടും പറമ്പും എന്റെ മരുമകളുടെ പേരിൽ എഴുതി തന്നാ മതി. നിത്യയുടെ പേരിൽ. നിത്യ നിങ്ങളുടെ വരുമോളോ? അതെ, നിങ്ങൾ വന്നത് ഈ അച്ഛന്റെയും മകളുടെയും മരണം തീരുമാനിക്കാനായിരിക്കാം. പക്ഷെ ഞാൻ വന്നത് ഇവരുടെ ജീവിതം തീരുമാനിക്കാനാ. എനിക്ക് നിത്യയെ എന്റെ മകന്റെ ഭാര്യയായിട്ട് വേണം. അത് പറയാനാ ഞങ്ങൾ വന്നത്. മോള് പേടിക്കണ്ട. കടങ്ങൾ അമ്മ വീട്ടിക്കോളാം. അതിനേക്കാൾ എത്രയോ വലുതാണ് മോളുടെ വിലയെന്ന് അമ്മയ്ക്കറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.